ഞാൻ പിന്നെയും കിൻഡർ ജോയും കൊണ്ട് വന്നിട്ടുണ്ടേ. ഇത്രയും കാശ് മുടക്കി ഇത് വാങ്ങുന്നത് ഇതിലെ ചോക്ലേറ്റ് കഴിക്കാനൊന്നുമല്ല, ഇതിലെ ടോയ് എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് മാത്രമാണ്. സ്പൈഡർമാൻ്റെ ഒക്കെ പടം കണ്ടിട്ട് ആ എഡിഷൻ എടുത്തപ്പോൾ ഞാൻ എന്തെങ്കിലും സൂപ്പർ ഹീറോസിൻ്റെ ടോയ് എങ്ങാനും കിട്ടുമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഇത് നോക്കിയിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നു ഇത് അവരുടെ എന്തോ വാഹനമോ അങ്ങനത്തെ എന്തോ കാര്യങ്ങളെന്തോ ആണ്. അപ്പോൾ അതൊന്നുമല്ല നമ്മുടെ കാര്യം. നമ്മൾ ഇന്ന് ഇതുകൊണ്ട് ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി കിൻഡർ ജോയ് വാങ്ങുമ്പോൾ അതിൻ്റെ കവർ ഇങ്ങനെ വെറുതെ കളയാതെ ഇതുപോലെ എന്തെങ്കിലും ക്രാഫ്റ്റ് ഉണ്ടാക്കി നമ്മുടെ ക്രിയേറ്റിവിറ്റിയും കൂടെ ഒന്ന് കൂട്ടുന്നേ. അപ്പോൾ നമ്മൾ അതിലെ ചോക്ലേറ്റ് ഒക്കെ കഴിച്ച് അതിനെ വൃത്തിയാക്കി എടുത്തിട്ട് അത് രണ്ടും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ആ വാലൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതൊരു കുപ്പിയുടെ അടപ്പിലോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പെൻഗ്വിനെയാണ് കേട്ടോ. അതിൻ്റെ ഒരു വശത്ത് മുഴുവൻ വെള്ള പെയിൻ്റ് അടിച്ചിട്ട് അതുണങ്ങി കഴിയുമ്പോൾ ബ്ലാക്ക് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഫേസ് പോലെ നമുക്കിങ്ങനെ കിട്ടും. പിന്നെ നമുക്കതിനകത്തോട്ട് കണ്ണും ആ കൊക്കും കാലുകളും ഒക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കണ്ണ് ഞാൻ വരച്ചു കൊടുത്താൽ തെറ്റിപ്പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പേപ്പറിനകത്ത് വരച്ചിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. കൊക്കിന് വേണ്ടി ഒരു പേപ്പറിൽ മഞ്ഞ കളർ കൊടുത്തിട്ടോ അല്ലെങ്കിൽ മഞ്ഞ കളർ ഒരു പേപ്പറോ ഒരു കോൺ ഷേപ്പിൽ ആക്കി എടുത്ത് അതൊന്ന് മുറിച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇനി അതുപോലെ തന്നെ കാലുകളും ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സൂപ്പർ ഒരു പെൻഗ്വിൻ റെഡി ആയി കിട്ടും. അപ്പോൾ എൻ്റെ കിൻഡർ ജോയുടെ കവർ വെച്ചിട്ടുണ്ടാക്കിയ ഈ പെൻഗ്വിനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ പറയണേ. ഇതുപോലത്തെ കൂടുതൽ ക്രാഫ്റ്റ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എസ് എന്ന് കമൻറ്റ് ചെയ്യൂ. ഞാൻ ഇനിയും കണ്ടുപിടിച്ചോണ്ട് വരാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം ആരും മറക്കില്ലല്ലോ. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.